വാട്സ്ആപ്പ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ ഓഫ് മാസ്റ്റർ ഗെയിമിംഗ് 3. ഇന്ന് ഞാൻ കളിക്കുന്ന IBD 3D ആണ്, ഇന്ത്യൻ ബെക്സ് 3D. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇപ്പം തന്നെ കാണാം നമ്മുടെ ക്യാരക്ടർ ആകെ ചേഞ്ച് ആയിരിക്കുവാണ്. നമ്മൾ ഹൾക്കാണ് ഗൈസ്. ഹൾക്ക് ഈ ഗെയിമിൽ ഹൾക്കിനെ വിളിക്കുന്ന ബുൾക്ക് എന്നാണ്. എന്താണെന്ന് നമ്മുടെ പവർ നിങ്ങൾ കാണാം. അതുകൊണ്ടോ മാസീവ് ജംപ്സ് എടുക്കും. ഇതാ കണ്ടുപോയി ചാടുമ്പോൾ ഇതാ ആ ലാൻഡൊക്കെ പൊട്ടിത്തെറിക്കുകയാണ്. അത്രയ്ക്കും ശക്തിയാണ് നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഹൾക്കിനെ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ടോക്ക് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോൺ എടുക്കുക, RGS സ്റ്റോറിൽ പോവുക. അടിക്കേണ്ടത് PM1. ഇതിപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കുന്നില്ല, കാരണം ഞാൻ ഇത് ഓൾറെഡി അടിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓക്കെ കൊടുക്കുന്നില്ല. അത് കൊടുത്ത് നിങ്ങൾ സേവ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ മിനിമൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഗെയിം ആദ്യം തൊട്ടൊന്ന് എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ മാജിക്കായിട്ടുള്ള മാസീവ് ബുൾക്കിനെ കിട്ടുന്നതാണ്. വേറെ ലെവൽ ജമ്പാണ്. കണ്ടില്ലേ, വണ്ടിയൊക്കെ തട്ടുമ്പോൾ തന്നെ തെറിച്ചു പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കും, ഇയാളുടെ തലയിൽ ആ വരയും ആ ചെറിയ മുടിയൊക്കെ പോലെ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ GTA 5 ഫ്രാങ്ക്ലിൻ്റെ ഏതുപോലെയാണ് ഈ ക്യാരക്ടറിൽ, ഈ ഗെയിമിലെ പഴയ ക്യാരക്ടർ ഇരിക്കുന്നത് ഇതേപോലായിരുന്നു. അതുകൊണ്ട് ആ പഴയ ക്യാരക്ടറിനെ തന്നെ അയാളുടെ ബോഡി ഇതേപോലെ മസിലൊക്കെ വെച്ചെടുത്തന്നേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് നന്നായിട്ട് ഇയാളുടെ മുഖം കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇയാളുടെ മുഖം അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് കുറേ ചീറ്റ് കോഡ്സും പരിചയപ്പെടുത്തി തരും. എല്ലാം പുതിയ അപ്ഡേറ്റ്സ്. ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് കുറേ വീഡിയോ ഇട്ടു, പക്ഷേ അതിൽ എനിക്ക് എല്ലാം ക്ലിയറായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് തറയിൽ വീണ ഇതുണ്ടാവോ നോക്കാം. ഇല്ല ഗൈസ്, നമുക്ക് ഒരു ഡാമേജ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ന്യൂ അപ്ഡേറ്റ്സ് വന്നു. ഇന്ന് അപ്ഡേറ്റ് ഉണ്ട്. അത് ഞാൻ സ്റ്റോറി ഒന്നും IBD 3Dയിൽ സ്റ്റോറി ഒന്നും കാണിക്കുന്നില്ല. IBD 3D ആണ്, ഇന്ത്യൻ ബെക്സ് 3D ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ കോഡ് ലിസ്റ്റ് കണക്കിന് 2-3 പേപ്പർ കണക്കിന് കുറേ ചീറ്റ് കോഡ്സ് ഉണ്ട്. ആദ്യം നമുക്ക് നല്ലൊരു ബൈക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് കവാസാക്കി എടുക്കാം. എൻ്റെ നമ്പർ എന്ന് പറയുന്നത് 3000 ആണ്. 3000. ഓക്കെ ഗൈസ്, നമ്മുടെ സ്വന്തം കവാസാക്കി ഇവിടെ വന്നിട്ടുണ്ട്. ഹൾക്ക് കവാസാക്കി ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? എൻ്റെ അമ്മച്ചി ആ മുഖമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെന്ത് രൂപയോടെ വല്ലാതിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു വണ്ടി വേണം. അപ്പോൾ നമ്മുടെ ഹൾക്കിനൊരു മോൺസ്റ്റർ ബൈക്കല്ല, എനിക്ക് തോന്നുന്നു ഹൾക്കിന് പറ്റിയൊരു വണ്ടി ഞാൻ ഒന്ന് നോക്കട്ടെ ഗൈസ്. ഇത് വർക്കാവുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്കൊന്ന് സ്പോൺ ചെയ്ത് നോക്കാം. ATV എന്നെങ്ങാണ്ടാണ് എഴുതിയിരിക്കുന്നത്, നോക്കാം. ATVയുടെ 2222 ആണ്. SKC സാധനം. അപ്പോൾ ഈ സാധനത്തിന് നമുക്കൊരു പച്ച കളർ കൊടുത്താലോ? അപ്പോൾ ഹൾക്കിൻ്റെ വണ്ടിയായ പച്ച വണ്ടിയാവും. ഇതിപ്പോൾ മറ്റേ കുഞ്ഞു പിള്ളേരുടെ വണ്ടി പോലുണ്ട്, പക്ഷേ കുഴപ്പമില്ല. വല്ലാത്ത സൗണ്ട് കൊണ്ടിരിക്കും. അയ്യോ, ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ്. നമുക്ക് വണ്ടി സ്പീഡ് ഓടിച്ച് ചാടി നോക്കാം. ഗൈസ്, നമ്മൾ തറയിൽ വീണെങ്കിൽ നമുക്ക് ലൈഫിന് ഒരു കുഴപ്പവും പറ്റിയില്ല. നമുക്കിപ്പോൾ വെപ്പൺസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഇടിയൊക്കെ ഭയങ്കര പവർഫുൾ ഇടിയാണ്. ഇപ്പോൾ കവാസാക്കിക്ക് വരെ നമ്മൾ ഏതെടുക്കൂടെ? അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ തന്നെ ചീറ്റ് കോഡ്സ് കൊടുക്കാം. നമ്മൾ മാസീവ് ചീറ്റ് കോഡ്സ് ആണ്. മീൻസ് ഒരു അന്തവും ഇല്ലാത്ത രീതിയിൽ പറയും. ചിലപ്പോൾ ഒരു 10 കൂടുതൽ എന്തായാലും ചീറ്റ് കോഡ്സ് ഞാൻ മിസ് ചെയ്യത്തില്ല. ഒരു 10 കൂടുതൽ ചിലപ്പോൾ ഒരു 5-6 ചീറ്റ് കോഡ്സ് ഞാൻ മിസ് ചെയ്തെന്ന് വരാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചീറ്റ് കോഡ് പരിപാടിയിലോട്ട് കടക്കാം ഗൈസ്. അപ്പോൾ ആദ്യത്തെ ചീറ്റ് കോഡ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ബൈക്കിലോട്ട് കടക്കുവാണ്. ആദ്യത്തെ ഞാനിപ്പോൾ അടിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം 0000. ഇതടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഈ സാധനം കിട്ടും, പ്ലഷർ. നമ്മുടെ പഴയ സ്കൂട്ടർ പ്ലഷർ. പിന്നെ ഞാൻ നേരത്തെ വന്ന 2222. ഇതടിക്കുമ്പോൾ ഈ സാധനം കിട്ടും. ഇതെന്തോ പറഞ്ഞാൽ ATV എന്നെങ്ങാണ്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അടിക്കേണ്ടത് 4444. ഇച്ചിരി സ്റ്റക്കായി. ഇത് നമ്മുടെ സ്വന്തം കോബ്ര ബൈക്കാണ് കേട്ടോ. ഇനി നമ്മൾ അടിക്കേണ്ടത് കുറേ കോഡ്സ് എൻ്റെ കയ്യിലുണ്ട്. 4050. നല്ല ദൂരെ പോകണം. ഇപ്പോൾ കോഡ് അടിക്കുന്നതൊക്കെ ശീലം മാറിപ്പോയി കഴിച്ചാൽ. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് നമ്മുടെ പഴയ ബൈക്സിൽ ഉള്ളൊരു ബൈക്കാണ്. ഇനി നമ്മുടെ സ്വന്തം 400 വരുന്ന ബൈക്ക്. ഇത് നല്ല ബൈക്കാണ്. അവിടെ ഇച്ചിരി സ്റ്റക്കായിപ്പോയി, കാരണം ഞാൻ കോബ്ര ബൈക്ക് സ്പോൺ ചെയ്തിട്ട് സ്ഥലം വിട്ടില്ല കോബ്ര ബൈക്കിന്. കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മുടെ ഇതിൽ വരുന്നത് 5000 ആണ്. ഇത് അടിക്കുമ്പോൾ ഈ ബൈക്ക് വരും. ഇത് നല്ല ബൈക്കാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ 6000 അടിക്കാം. നമ്മുടെ സ്വന്തം ട്രോൺ ബൈക്ക് വരും. പിന്നെ 666 ഇതടിക്കുമ്പോൾ ഈ ബൈക്ക് വരും. ഇതും സൂപ്പർ ബൈക്കാണ്. പിന്നെ ഇനി നമ്മുടെ സ്വന്തം ഹയബൂസ്. അയ്യോ ഹാഷ്ടാഗ് അല്ല ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ലൈക്കും ചെയ്യുക ഗൈസ്. ഇനി നമ്മുടെ സ്വന്തം ഡ്യൂക്കാണ്. ഓക്കെ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്നാലും ഞാൻ സ്വന്തം എന്നൊക്കെ പറയുന്നത്. മൊബൈൽ ഇങ്ങനെ പെട്ടെന്ന് വെക്കുന്നു. നമ്മുടെ പഴയ ക്യാരക്ടറിൻ്റെ ആ പാൻറ് ഇല്ലേ അതുപോലെ തന്നെയുണ്ട്. ഇനി ഇതിൽ സ്പൈഡർമാനൊക്കെ വന്നാണെങ്കിൽ പൊളിച്ചേനെ ഗൈസ്. ഓക്കെ, ഇത് എന്താണ് വേറൊരു ബൈക്ക്. ഇതൊന്നും എനിക്ക് വലിയ പരിചയമില്ല, ഞാൻ ഇതുവരെ ഓടിച്ചിട്ട് പോലും ഇല്ല ഇതൊക്കെ. ഇതിപ്പോൾ മെഗാ അപ്ഡേറ്റ് വന്നു. മെഗാ അല്ല, ഗിഗ ഹൈപ്പർ അപ്ഡേറ്റ്, അൾട്ടിമേറ്റ് അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കുന്നതിനൊക്കെ. കാരണം ഇതിൽ ഹൾക്ക് വരാമെന്നൊക്കെ വെച്ചാൽ നല്ല കാര്യമില്ല. ഇതും ഒരു സാധാ ഇന്ത്യൻ മെയ്ഡ് ഗെയിമിൽ ബൈക്ക്. ഇത് നമ്മുടെ സ്വന്തം ബുള്ളറ്റാണ്, കേരളത്തിൽ ഫേമസ് ആണ്. ഇത് സ്വന്തം 9000 വരുന്ന നമ്മുടെ സൂപ്പർ സ്പ്ലെൻഡർ അല്ല, നോർമൽ സ്പ്ലെൻഡറാണ്. സൂപ്പർ സ്പ്ലെൻഡർ വേറെയുണ്ട്. ഓക്കെ, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ എന്തെങ്കിലും മിസ്സായത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ വെയിറ്റ്, ഇനി ഏതാണ്? ഇനി സ്പ്ലെൻഡർ തോന്നിയോ? ഇനി KTM ഗൈസ്. അയ്യോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് KTM. യെസ് ഗൈസ്, സോ ഫൈനലി നമ്മുടെ ബൈക്സിൻ്റെത് തീർന്നില്ല, ഇനിയും ഉണ്ട് ഗൈസ്. എൻ്റെ കയ്യിലൊരു വലിയ ലിസ്റ്റ് ഉണ്ട് ഗൈസ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ. അയ്യോ തെറ്റി 1190. ഓക്കെ ഇതടിക്കുമ്പോൾ KTMൻ്റെ വേറൊരു കമ്പനിയുടെ വരും. KTMൻ്റെ വേറെ കമ്പനിയല്ല. ഇതടിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു പേപ്പറും പേനയും വെച്ച് നോട്ട് ചെയ്ത് വെച്ചോ ഗൈസ്. നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം അപ്ഡേഷൻ ഒന്നും ചെയ്യാതാണ് ഇതിൽ ന്യൂ അപ്ഡേറ്റ് വന്നോളൂ ഗൈസ്. യെസ് എന്നിട്ട് ഹൾക്കിനെ വെച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഒരു മാസീവ് ഗൈസ്, നമ്മുടെ ലാസ്റ്റത്തെ അല്ല, നമ്മുടെ ബൈക്കിൻ്റെ, എൻ്റെ അമ്മച്ചി നമ്മുടെ ശക്തി നോക്കുക ഗൈസ്. എന്താണ് മൂൺ ഗ്രാവിറ്റി ഒക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞു തരാം. ഇത് ട്രക്കാണ് ഗൈസ്, നമ്മുടെ വണ്ടി കൊണ്ടുവന്ന ട്രക്കില്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, അതാണ് ഗൈസ് ഇത്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ എല്ലാം വണ്ടികളാണ് വരുന്നത്. 555 ഗൈസ്, എന്താണ് പറ്റിയത്? നമ്മുടെ സ്വന്തം ഇതാണ്. ഇതിന് ഇച്ചിരി ദൂരെ പോവാം. ഗോസ്റ്റ് ബൈക്ക് വന്നു. നമുക്ക് ഗോസ്റ്റ് ബൈക്ക് ഇരുന്ന് എങ്ങനെ ഉണ്ടാവും? അമ്മച്ചി, ഹൾക്കിൻ്റെ കൈയൊക്കെ വല്ലാതിരിക്കുന്നത്. ഈ ഹൾക്കിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന വലിയ രസമില്ലെങ്കിലും ഈ ഗെയിമിൽ ഹൾക്ക് വരാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമില്ല. ഇച്ചിരി ദൂരെ പോട്ടെ, കാരണം ഗോസ്റ്റ് ബൈക്ക് ഭയങ്കര നമ്മുടെ ഓട്ടം കണ്ടില്ലേ ഗൈസ്, ഭയങ്കര സ്പീഡ് ഓട്ടമായിട്ടുണ്ട്. ഇനി നമ്മുടെ ചിറ്റ് കോട്സിൽ ഇനി വരാൻ പോകുന്നത് ഥാറാണ്. അതിൻ്റെത് 90 എന്ന് പറയാം. നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി ഈസി ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ സ്വന്തം പ്ലെയിനാണ്. അയ്യോ സോറി ഗൈസ്, ഇത് നമ്മുടെ 8 അടിക്കുമ്പോൾ ഷിഫ്റ്റ് വരും ഗൈസ്. ഞാൻ പ്ലെയിൻ എടുക്കാൻ തെറ്റിപ്പോയി. 8000 അടിച്ചാൽ പ്ലെയിൻ വരും, ഞാൻ 8 അടിച്ചു. ഇത് നമ്മുടെ സ്വന്തം ഷിഫ്റ്റ് ഗൈസ്, നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള ഷിഫ്റ്റാണ്. ഇനി നമ്മുടെ സ്വന്തം 8000 നല്ല ദൂരെ പോട്ടെ. യെസ് ഗൈസ്, അധികം ദൂരെ പോകേണ്ടത്. പിന്നെ 555 നമ്മുടെ സ്വന്തം പ്ലെയിൻ. എൻ്റെ അമ്മച്ചി, ഇതിൻ്റെ ഹാൻഡിനല്ല കൈ അത്. പിന്നെ നമ്മുടെ 333 ഇതടിച്ചാൽ നമ്മുടെ വേറൊരു കാർ വരും, ക്ലാസിക് കാർ. ഇതിൻ്റെ പേര് തന്നെ ക്ലാസിക് എന്നാണ്. പിന്നെ 444 ഇതടിക്കുമ്പോൾ ഈ കാർ വരും. ഇതിൻ്റെ പേര് നേരിച്ച് എനിക്ക് മനസ്സിലായില്ല. ഇനി 1000 ഗൈസ്, നമ്മുടെ മാസീവ് കാറായ ഫോർച്യൂണർ. പണ്ട് നമ്മുടെ ഈ ഗെയിമിൽ ലോഡാവുമ്പോൾ നമ്മുടെ ആദ്യത്തെ കാർ ഇതായിരുന്നു. എന്താണ് പറ്റും? ഇനി നമ്മുടെ 100 നമ്മുടെ സ്വന്തം പോലീസ് കാർ ഗൈസ്. ഇനി നമുക്ക് കുറച്ച് സൂപ്പർ കാർ പോവാം. ഇനി ഓഡിയാണ്, ഔഡി എന്നൊക്കെ പറയും. ഇത് ഔഡിയാണ് ഈ ഗെയിമിലെ. ഇനി നമ്മുടെ ലംബോർഗിനി, സ്വന്തം ലംബോർഗിനി. അയ്യോ പോയി എൻ്റെ അമ്മച്ചി, ഈ വണ്ടി 2 കാറും പോയി ഗൈസ്. കുഴപ്പമില്ല, ഇച്ചിരി ദൂരെ പോയിട്ട് ഇനി അടുത്ത ബാക്കി സാധനങ്ങൾ സ്പോൺ ചെയ്യാം. ഇത് സ്പോൺ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ സ്പോൺ ചെയ്താൽ പറ്റുന്ന കുഴപ്പങ്ങളാണ് ഗൈസ് ഇത്.
നമ്മുടെ വണ്ടിയെല്ലാം ഇതേപോലെ ആവും. പിന്നെ നമ്മുടെ സ്വന്തം ബുഗാറ്റിയാണിത് 800 വരുന്നത്. ഇനി 900 ഇതിൻ്റെ കൊഗിനിസ് എന്നെങ്ങാണ്ടാണ് ഇതിൻ്റെ പേര് പ്രൊനൗൺസിയേഷൻ. നല്ല വണ്ടിയാണ്, പക്ഷേ റോബോട്ടിക് വണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേസ്. ഇനി നമ്മുടെ അടുത്ത ലിസ്റ്റിലോട്ട് പോവാം. അടുത്ത ലിസ്റ്റിൽ കുറച്ചൊക്കെ 1 2 3 4 പണ്ടത്തെ അപ്ഡേറ്റിൽ അടിച്ചിരുന്നെങ്കിൽ മോർ NPC, 5 4 3 2 1 അടിച്ചിരുന്നെങ്കിൽ പണ്ടത്തെ അപ്ഡേറ്റിൽ മോർ വെഹിക്കിൾസ് വരുമായിരുന്നു. ഇപ്പം അതില്ല. ഇനി നമ്മുടെ ലംബോർഗിനി 2 ആണ് കേസ്. അടുത്ത ലംബോർഗിനി, പുതിയ ലംബോർഗിനി ആണ്. നമുക്ക് ഇച്ചിരി ദൂരെ നിൽക്കാം, കാരണം ഓടി ലംബോർഗിനി അവിടെ ഇടിച്ച് കിടക്കുവാണ് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് കാണിച്ചു തരുവാണ്, നിങ്ങൾ നോട്ട് ചെയ്തോ ഗൈസ് ഇതൊക്കെ. ഇനി ഇത്രയും അടിക്കുമ്പോൾ നമ്മുടെ സ്വന്തം റേഞ്ച് റോവർ, യഥാർത്ഥ റേഞ്ച് റോവർ അല്ല, സോറി ജി വാഗനാണ് ഗൈസ്, തെറ്റിപ്പോയി. അപ്പോൾ റേഞ്ച് റോവറിൻ്റെ എത്രയാണ് ഗൈസ്? ഇത് ജി വാഗൻ തന്നെയാണ്. എനിക്ക് മിക്സ് ആയി പോയെന്ന് തോന്നുന്നു. അപ്പോൾ റേഞ്ച് റോവറിൻ്റെ ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ചീറ്റ് കോഡ്. ഇനി നമ്മുടെ 777 അടിക്കാം. ഡ്യൂക്കിൻ്റെ വേറൊരു വെർഷൻ, ഡ്യൂക്ക് 2000 ആണെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ സ്വന്തം ബുള്ളറ്റ് പറഞ്ഞു. റോൾസ് റോയ്സ് ഇനിയുണ്ട്, നമ്മുടെ റോൾസ് റോയ്സ്, അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമ്മുടെ യഥാർത്ഥ റോൾസ് റോയ്സിൻ്റെ മേളിൽ ഇങ്ങനൊന്നുമില്ല. ഇതിപ്പോൾ ഇവർ വേറെ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ലെജൻഡറി കാർ ആയ പോർഷെ ഗൈസ്, അത് ഇവിടെ വരാൻ പോവാണ്. യെസ് ഗൈസ്, സോ ഫൈനലി എനിക്കറിയാവുന്ന ഇത്രയും കോഡ്സാണ്. അങ്ങേയറ്റം നമ്മുടെ ഹൾക്കിൻ്റെ സൂപ്പർ ജമ്പ് എടുത്ത് അവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇല്ല ഗൈസ്, നമ്മുടെ ഹൾക്കിന് പോലും ഈ ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അത്രയ്ക്കും വലിയ ലൈനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത്. മുഴുവനാന്ന് വണ്ടികൾ ഇരിക്കുകയാണ്. ഏത് വണ്ടിയിലിപ്പോൾ കയറണം ഞാൻ? ഹൾക്കിന് സ്യൂട്ടബിളായ വണ്ടി നിങ്ങൾക്കറിയാം എങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് താതെടുക്കണം. അത് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ല നല്ല വണ്ടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല വണ്ടിയാണ്, പക്ഷേ ഹൾക്കിന് ഇരിക്കാൻ പറ്റണം ഗൈസ്, എന്നാലും എനിക്ക് ബാക്കി അപ്ഡേറ്റൊക്കെ കാണിച്ചു തരാൻ പറ്റും. നമുക്കൊരു ഒരു കോഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി ഗൈസ്. 10 എന്തു വന്ന് ഇത് നമ്മുടെ മറ്റേ ബുള്ളറ്റിന് വേറെ ടൈപ്പ് ബുള്ളറ്റാണ്. 1001 ഇതടിക്കുമ്പോൾ നമ്മുടെ ലെജൻഡർ എന്ന് പറഞ്ഞ് വരും. ഇത് നമ്മുടെ ലംബോർഗിനി അല്ലല്ലോ, നമ്മുടെ ഡിഫൻഡർ പോലത്തെ തന്നെയാണ്. ഡിഫൻഡർ അല്ല, നമ്മുടെ ആ സാധനത്തിൻ്റെ പേര് മറന്നു പോയല്ലോടെ. അയ്യോ, പേര് മറന്നു ഗൈസ്. നമ്മുടെ പണ്ട് നമ്മുടെ വീട്ടിൽ സ്പോണായി കിടക്കുന്നത്. ഇതിന് ബ്ലാക്ക് വേണ്ട, അയ്യോ ബ്ലൂ അല്ല ബുൾക്ക് എന്നെങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ഇനി അടുത്ത ബുൾക്ക് വെച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അയ്യോ ഗ്രീൻ, യെസ്, നമ്മുടെ ലെജൻഡർ നമുക്ക് ഹൾക്കിന് പോവാൻ. അയ്യോ എൻ്റെ അമ്മച്ചി കൈയൊക്കെ പുറത്ത് കിടക്കുന്ന ഗൈസ്. എന്താണ് ഈ ഡ്യൂക്കിലെ ആൾ ചെയ്യുന്നത് അറിയത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിലൊന്ന് പോയി നോക്കാം. ചിലവർ പറയുന്നു നമുക്ക് എയർപോർട്ടിൽ എയ്റോപ്ലെയിൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തോ വീഡിയോ ഇടയ്ക്ക് വെച്ചെന്തോ ക്രാഷൊക്കെ ആയി. നമുക്ക് എയ്റോപ്ലെയിൻ എടുക്കാൻ പറ്റും. ഞാൻ കുറേ വീഡിയോയിൽ കണ്ട് എയ്റോപ്ലെയിൻ നമുക്ക് ഓടിക്കാൻ പറ്റുമെന്ന്. അതപ്പോൾ സത്യമല്ല ഗൈസ്, ഈ എയ്റോപ്ലെയിൻ ഇതുവരെ എൻ്റെ അമ്മച്ചി നമ്മുടെ അൾട്രാ സൂപ്പർ ജമ്പിൽ ഞാൻ എയ്റോപ്ലെയിനെ പറപ്പിച്ചില്ല. നമുക്ക് എയ്റോപ്ലെയിനെ പറപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. എൻ്റെ അമ്മച്ചി എന്തുകൂടെ ഇത് ഗ്ലിച്ചാ? എൻ്റെ അമ്മേ, ഇത് വേറെ മാസീവ് ജമ്പാണിത്. ഒന്നും പറ്റിയില്ല ഭാഗ്യം. നമുക്ക് എനിക്ക് തോന്നുന്ന ഐഡിയ, നമ്മുടെ ഈ ലെജൻഡറിൻ്റെ മോൺസ്റ്റർ ട്രക്ക് ഉണ്ടല്ലോ, മോൺസ്റ്റർ ട്രക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാറിൻ്റെ കൂടെ 0 ആഡ് ചെയ്ത് അത് മോൺസ്റ്റർ ട്രക്ക് ആവും. അപ്പോൾ 01001 നമുക്ക് തോന്നുന്നെങ്കിൽ ഫോർച്യൂണറിൻ്റെ മോൺസ്റ്റർ ട്രക്ക് എടുക്കാം. ഓക്കെ, യെസ്, എൻ്റെ അമ്മച്ചി എന്ത് ചാട്ടവാടേ. ഓക്കെ അയ്യോ നമുക്ക് അതിനെക്കാട്ടിയും ചാട്ടം. മോൺസ്റ്റർ ട്രക്ക് അറിയാമല്ലോ, വലിയ ടയറായിരിക്കും. അയ്യോ ഇതിന് നമുക്ക് ഗ്രീൻ കളറാക്കണം, എന്നാലേ ഇത് ഹൾക്കിൻ്റെ വണ്ടിയാവും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, നമുക്ക് ടീഷർട്ടൊക്കെ ഇടാം.
ഓ നമുക്കതൊന്നും പറ്റത്തില്ല, മുടി ഇടാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഈവൻ ഗണ്ണ് പോലും എടുക്കാം. അയ്യോ ഞാൻ എന്താ കാണിക്കും. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ എൻ്റെ ഫോർച്യൂണർ മോൺസ്റ്റർ ട്രക്കാണ്. നമ്മുടെ കൈയൊക്കെ പുറകെ കിടക്കുന്നു. ഇപ്പോഴാണ് നമ്മളൊരു ബുൾക്കായത്. ഇതിൻ്റെ പേര് ബുൾക്ക് എന്നാണ്. ഓ ദൂരെ നോക്കുമ്പോൾ എന്ത് രസമെന്ന് നോക്കിയാൽ കോഡൊക്കെ. ഇത് ന്യൂ അപ്ഡേറ്റ് ആണ്. ഈ വീഡിയോയിൽ ഞാൻ സ്റ്റോറി ഒന്നും ചെയ്യുന്നില്ല. ഈ അപ്ഡേറ്റ്സിനെ പറ്റി ഓൺലി ടോക്കിംഗ് അപ്ഡേറ്റ്സ് ആണ്. ഓ നമ്മൾ പച്ചക്കാത് കൊണ്ട് വയ്യ ഗൈസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ RGS ടൂളിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. നമുക്ക് എൻജോയ് ഒക്കെ ചെയ്യാതെ നമുക്ക് അടുത്ത വീഡിയോയിൽ എൻജോയ് ചെയ്യാം നമ്മുടെ ബുൾക്കും ഒക്കെ ആയിട്ട്. നമ്മുടെ RGS ടൂളിൽ അറിയാമല്ലോ, മാസീവ് തിങ് ആണ്. നമ്മളിപ്പോൾ H1 നടിച്ച ഒരു ഹൗസ് 1 അടിക്കുക. എൻ്റെ അമ്മച്ചി, നമ്മുടെ വീടിനെക്കാട്ടിയും വലിയൊരു ഹൗസ് വന്നു. ഇനി നമ്മളിപ്പോൾ B2 നടിച്ച അല്ലെങ്കിൽ B1 നടിച്ച ബിൽഡിംഗ് 1. ഓ ഇതാ കണ്ടില്ലേ, ഈ സിറ്റിയിൽ ഈ ഗെയിമിൽ ഇതേപോലത്തെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും കാണിച്ചു തരുവാണ്. എന്നിട്ട് നമ്മൾ അടിക്കുവാണ് S1 അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഒരു റോഡ് തന്നെ വരും. അതിൻ്റെ അർത്ഥം സ്ട്രീറ്റ് 1 എന്നാണ്. ഓ ഞാൻ മാസീവ് ജമ്പ് എടുത്ത് ഓ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുവാണോ എല്ലാം. ഇനി നമുക്ക് അടിക്കേണ്ടത് നമ്മുടെ W1 W2 3 ഒക്കെ ഉണ്ട്. വാൾ നമുക്കിത് വെച്ച് വേണമെങ്കിൽ എന്താണ് ഒരു ഗേറ്റൊക്കെ പോലെ പണിയാൻ വേണമെങ്കിൽ W3 ഉണ്ട്. അപ്പോൾ വേറെ ഇത് വരും. ഇതാ കണ്ടില്ല. ഓ ഇത് നമ്മുടെ കമ്പി പോലത്തെ കമ്പി സാധനം വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇത്. പിന്നെ നിറയെ കാര്യമെന്ന് പറഞ്ഞാൽ നിറയെ കാര്യമുണ്ട് ഇതിൽ. ഇനി വേറെ പ്ലെയർ മോഡ് ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. PM5 അടിച്ചാൽ പ്ലെയർ മോഡ് 5 അതെന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഏത് ക്യാരക്ടർ വരുമെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ വരുമായിരിക്കും ഇനി. എൻ്റെ അമ്മച്ചി മാസീവ് ജമ്പ്. എല്ലാം തല്ലി പൊട്ടിച്ചിനി എങ്ങനെ പുറത്തു പോവാ. വേറെ മാസീവ് ജമ്പ് എടുത്താൽ പോരെ. യെസ്. ഇനി നമുക്ക് RGS ടൂളിൽ അടിക്കാനായിട്ട് വേറെ എന്തൊക്കെ കോഡുണ്ട് ഗൈസ്. ഇനി കോഡായിട്ടൊന്നുമില്ല, ഇതൊക്കെയുള്ളൂ കോഡായിട്ട് ഗൈസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ B3 ഒക്കെ അടിക്കാം ഗൈസ്. അപ്പോൾ അത് അടുത്ത ബിൽഡിങ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ്, കുറച്ച് മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ കണ്ടവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗുൾക്കോ അതിനൊക്കെ ബായ് പറഞ്ഞോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.